Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എംബ്രോയിഡറി വീഡിയോസോ ഡിസൈനിങ് വീഡിയോസോ ഒന്നും ആയിട്ടല്ല. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിഗ് സൈസിലുള്ള ഒരു ജീൻസിനെ എങ്ങനെ നമുക്ക് സ്മോൾ സൈസിലേക്ക് മാറ്റിയെടുക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ ഒരു ജീനാണ് ഞാൻ ഓൾട്ടർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ സൈസിനെക്കാട്ടിലും ഒരുപാട് വലിയ സൈസിലുള്ളതാണ് ഈ ഒരു ജീന്. അപ്പോൾ ഈ ഒരു ജീൻസിനെ ഞാൻ എൻ്റെ സൈസിലേക്ക് മാറ്റിയെടുക്കാൻ പോവാണ്. ഇത് കാലിലായാലും അരവണ്ണായാലും ഒക്കെ എനിക്ക് ഒരുപാട് ലൂസാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് നമ്മുടെ സൈസിലേക്ക് മാറ്റിയെടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് കറക്റ്റ് നമ്മൾ നോർമൽ സ്വിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് കറക്റ്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അരവണ്ണമൊക്കെ ഒരു ബോറും ഇല്ലാതെ നമുക്ക് നമ്മുടെ പെർഫെക്റ്റായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അതിനുള്ള ട്രിക്സ് ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഓൾട്ടർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ ജീൻ ഇടുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. കണ്ടല്ലോ, ഒരുപാട് ലൂസിലുള്ള ജീനാണിത്, നല്ല ലൂസുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ പെർഫെക്റ്റ് ഫിറ്റ് ആക്കിയിട്ട് എടുക്കണം. നമുക്കിതിൻ്റെ ലെങ്ത്ത് കുറക്കാനും പറ്റും, അതുപോലെ ഇതിൻ്റെ വീതി വേണമെങ്കിലും നമുക്ക് കുറക്കാൻ പറ്റും. ലൂസൊക്കെ നമുക്ക് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ലെങ്ത്ത് കുറക്കുമ്പോൾ അടിഭാഗത്ത് വരുന്ന ആ ഒരു സ്റ്റിച്ചൊന്നും പോവാതെ നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ജീനിനെ മറിച്ചിട്ടിരിക്കുകയാണ്. കണ്ടല്ലോ, പുറം ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതുപോലെ ജീനിനെ വെക്കണം. അതിനുശേഷം നമുക്ക് ഇത് ഓൾട്ടർ ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളിത് ഓൾട്ടർ ചെയ്യുക കേട്ടോ. ഈ ഭാഗത്താണ് ഓൾട്ടർ ചെയ്യേണ്ടത്. ഒരിക്കലും ഈ സൈഡിൽ നമ്മൾ ചെയ്യില്ല, മറ്റേ സൈഡിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കാലിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു പോർഷനിലാണ് നമ്മൾ എപ്പോഴും ഓൾട്ടർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് എത്രത്തോളം ലൂസ് കുറക്കണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഓൾട്ടർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മളുടെ പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ജീനോ ജഗ്ഗിനോ എന്തെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ജഗ്ഗിനാണ്, എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ജഗ്ഗിനാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ മെഷർമെൻറ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ജഗ്ഗിനെ നമ്മൾ ഈ പാൻറ്റ് മടക്കിയ അതേ രീതിയിൽ തന്നെ നമ്മൾ ജഗ്ഗിന് ഇതിൻ്റെ മടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ്. അപ്പോൾ ഓരോ കാലിൽ വീതം വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാൻ ഓരോ ലെഗും മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ലൂസ് കുറക്കേണ്ടത് അതിനനുസരിച്ച് ആദ്യം ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ചോക്ക് ഉപയോഗിച്ചിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാൻസിൻ്റെ ലെങ്ത്ത് കുറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും ലെങ്ത്ത് കൂടുതലാണ് ഈ പാൻസ്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത് അത്രയും ഭാഗത്താണ് നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഈ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു പാൻസ് ഉണ്ടല്ലോ, അത് സെയിം ലെങ്ത്ത് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലെങ്ത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തയ്യൽ തുമ്പ് വിടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗം ഇങ്ങോട്ട് മുകളിലേക്ക് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ താഴെ ഭാഗം മുകളിലേക്ക് വരുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ്, കാരണം നമുക്ക് താഴെ ഭാഗത്ത് വരുന്ന ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ ജീൻസിനൊക്കെ വരുന്ന ആ സ്റ്റിച്ച് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി, അതേപോലെ ആ സെയിം സ്റ്റിച്ച് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു പാൻറ്റ് കുറച്ച് ലെങ്ത്ത് കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് താഴേക്ക് ഇത് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ കറക്റ്റ് അളവിന് നമുക്കിത് മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ താഴെ ഭാഗത്ത് ആ ഒരു മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ പാൻസിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ മുകളിലും കട്ട് ചെയ്യുക. എനിക്കിത് കുറച്ച് കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫസ്റ്റ് ലൈൻ വരച്ച് അവിടെ കട്ട് ചെയ്യാതെ ഈ സെക്കൻഡ് ലൈനിലാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് താഴെ ഭാഗത്ത് നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുക. അപ്പം നമുക്ക് തയ്യൽ തുമ്പ് അതിൽ പോയിട്ട് നമ്മളുടെ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. ഇനി
ഇനി നമുക്ക് താഴെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്തതായിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ സൈഡ് ഭാഗമാണ് കേട്ടോ. ഈ സൈഡ് ഭാഗം കറക്റ്റായിട്ട് നമ്മൾക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്കിതാ ഈ ഒരു അളവിലാണ് ഇതിൻ്റെ ലൂസ് കുറക്കാനുള്ളത് കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്യണമെന്നില്ല, കാരണം നമുക്കത് കട്ട് ചെയ്ത് പോകാനുള്ളതാണ്. അപ്പോൾ ഈ മേലെ ഭാഗത്ത് ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ പാൻസിൻ്റെ ആ ഒരു കാല് ഫുള്ളായിട്ട് നമുക്കങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ മുകളിൽ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഒന്നായിട്ട് ആ ഒരു നടുവിൽ വരുന്ന ആ ഒരു സ്റ്റിച്ചൊന്നും നമ്മൾ കട്ട് ചെയ്യൂല. ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ട് നമ്മളങ്ങനെ ചെരിച്ച് കൊണ്ടുവന്ന് പുറത്തേക്കാണ് കട്ട് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് 2 പോർഷനും മാർക്ക് ചെയ്തെടുക്കണം. താഴെ ഭാഗത്തും ഈ സൈഡും ഒക്കെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടല്ലോ, ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ താഴെ ഭാഗത്തൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുകയാണ് ഞാൻ. ഇത് നമ്മളുടെ ഇട്ട് നോക്കിയിട്ട് ആ ഒരു കറക്റ്റ് ഫിറ്റിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ സൈഡാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ ഈ ഒരു രീതിയിൽ ഒരു 1/2 ഇഞ്ച് തുമ്പ് ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്ത് മുകളിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കുക. ഇതാ കണ്ടല്ലോ, ഇതുപോലെ ആ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 കാലും കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ സൈഡ് ഭാഗം നമ്മൾ മൊത്തമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ താഴെ ഭാഗത്താണ്. അപ്പോൾ താഴെ ഭാഗത്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഞാനിത് താഴെ ഭാഗത്തെ ലൈനിലാണ് കട്ട് ചെയ്യുന്നത്. കാരണം എനിക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 2ഉം കട്ട് ചെയ്തെടുക്കാം. പിന്നെ ആ ഒരു പാൻസിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു 1/2 ഇഞ്ച് തുമ്പ് ഇട്ടിട്ട് ഇതുപോലെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ 2 ലെഗും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ 2ഉം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു താഴത്തെ ഈ ഒരു പീസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഈ ഒരു മടക്ക് വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പാൻസിൻ്റെയും ആ ഒരു പീസിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് അപ്പോൾ ആ ഒരു നമ്മൾ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്തൊന്നും നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല. അതിനുശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിലൂടെ ഒരു പതിയടി നമ്മൾ കൊടുക്കുകയാണ്. അതിലൂടെ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ അതവിടെ പതിഞ്ഞ് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പോർഷനിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. അങ്ങനെ 2 ലെഗും ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അരവണ്ണാണ്. അപ്പോൾ അരവണ്ണം ഞാനിവിടെ ചെയ്തിട്ടുള്ളത്, ഇതെനിക്ക് അധികം അരവണ്ണം ലൂസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ 2 സൈഡും മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ 2 സൈഡ് ഇതാ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് നല്ല അരവണ്ണം അത്രയധികം ലൂസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നല്ല ലൂസാണെങ്കിൽ അതിന് വേറൊരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് നല്ല ലൂസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതാ ഇതുപോലെ നമ്മുടെ ആ ഒരു സൈഡിലെ പോക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ നോർമൽ സീയിങ് മെഷീനിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ബാക്ക് സൈഡൊക്കെ നല്ല വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പോർഷനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ആ ഒരു സൈഡിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. മൊത്തമായിട്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നീറ്റ്നെസ് കിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷനിലും കൂടെ നമ്മൾ ചെറിയ സ്റ്റിച്ച് കൊടുക്കും 2 സൈഡിലും. എന്നിട്ട് ഇതിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കത് പുറത്തേക്ക് അതൊരു വൃത്തികേടായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തേക്കാണ്. അവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു കൊളുത്ത് കണ്ടോ, ഇത് നീഡിൽ തട്ടാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ്റെ നീഡിൽ പൊട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ബാക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ജീനിൽ, അത് ഞാൻ കാണിച്ചു തരാം.
ഇതാ ഇതുപോലെയാണ് ഞാൻ ആ ഒരു ബാക്ക് സൈഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു പഴയ ജീനാണ്, ഞാൻ കുറേ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഞാനിതിൻ്റെ സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്, ഉള്ളിലേക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ പോക്കറ്റും കുറച്ച് ലൂസായതുകൊണ്ട് പോക്കറ്റിൽ ഞാനൊരു ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടക്ക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പോക്കറ്റ് കൂട്ടിയിട്ട് ടക്ക് ഇടരുത്, പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ടക്ക് ഇടണം. അപ്പോൾ ഞാനിതൊന്ന് മറിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ സൈഡും ചെറിയ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലും ഇങ്ങനെ ചെറിയ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് നിൽക്കും കേട്ടോ. ഈ സ്റ്റിച്ചൊന്നും നമ്മൾ അങ്ങനെ ഇടുമ്പോൾ മനസ്സിലാവുന്നില്ല, നല്ല നീറ്റായിട്ട് നിൽക്കും. ഇത് നമുക്ക് എത്രത്തോളം ലൂസ് കുറക്കണം എന്നുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ താഴേക്ക് ഇത് ഇറക്കി കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ടക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് നമ്മുടെ ബാക്ക് പോർഷനും ആ ലൂസെല്ലാം നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനിത് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാൻസാണ് ഈ കാണിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് എത്ര വലിയ ജീനുവാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജീൻ എങ്ങനെ നമ്മൾ നോർമൽ സീവിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ലൂസ് കുറക്കാമെന്നൊക്കെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് ചെയ്തെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടല്ലോ, ഇത്രയും ലൂസ് ഞാനിത് കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ലൂസ് ഉണ്ടായിരുന്ന ഈ ഒരു ജീന് ഞാൻ ഇത്രയും ലൂസ് കുറച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ജീൻ ഇത്രയും ലെങ്ത്ത് വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്ത്തിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മളുടെ ലെങ്ത്ത് കുറയണം എന്നുള്ള ആളുകൾക്ക് ലെങ്ത്ത് കുറച്ചിട്ട് നമുക്ക് അടിഭാഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഫോട്ടോസും കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് നല്ലതായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയും ഈ ഒരു ട്രിക്കും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്